ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ റെസിപ്പി ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള വെറൈറ്റി ടേസ്റ്റുള്ള ഒരു കിടിലൻ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ദാഹവും വിശപ്പൊക്കെ ഒരുപോലെ മാറ്റിയെടുക്കണ അടിപൊളി ടേസ്റ്റുള്ള ഒരു ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കസ്കസ് ഒന്ന് കുതിർത്തിയെടുക്കുക. അതിനായിട്ട് ഒരു കപ്പിലേക്ക് 2 ടീസ്പൂൺ കസ്കസ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു അര കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് കുതിർത്തിയെടുക്കുക. പെട്ടെന്ന് തന്നെ കുതിർന്നിട്ട് വന്നോളും. ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ വനില ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിവിടെ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതായ ഒരു രീതിയിൽ ഇനി ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അഥവാ 500 ml പാല്, 1 ലിറ്റർ പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാലിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റേർഡ് പൗഡർ മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഇതുപോലത്തെ 200 ഗ്രാമിൻ്റെ കണ്ടൻസ് മിൽക്ക് ഉണ്ടല്ലോ, ആ ഒരു ടിന്നിൻ്റെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല മധുരം വേണമെന്നുള്ളവർക്ക് 3/4 ടിന്ന് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു പകുതിയോളം ചേർത്തിട്ടുണ്ട്. കുറച്ച് കൂടുതലായിട്ടും കൂടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മിൽക്ക് മെയ്ഡൊക്കെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ നല്ല പോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡിന് പകരമായിട്ട് പഞ്ചസാരയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പക്ഷെ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാകുക മിൽക്ക് മെയ്ഡ് എടുക്കുമ്പോൾ തന്നെയാണ്. ഇനി ഇത് അടുപ്പിലേക്ക് വെച്ചെടുക്കാം. തീ ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഒരു കസ്റ്റേർഡ് മിക്സ് കൈ വെക്കാതെ ഇളക്കി കൊടുക്കുക. നല്ല പോലെ ഒന്ന് തിക്കാക്കിയിട്ട് എടുക്കാം. കസ്റ്റേർഡൊക്കെ നല്ല പോലെ തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഉണ്ടാക്കുക. ഇനി ഒരു മിനിറ്റെങ്കിലും നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നാലേ ഈ ഒരു കസ്റ്റേർഡ് മിക്സിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ നല്ല പോലെ മാറിക്കിട്ടുള്ളൂ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് 1 മിനിറ്റോളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സാണ് ഉണ്ടാകുക. ഇനി തണുത്ത് വരുമ്പോൾ ഒന്നും കൂടെ കട്ടിയായിട്ട് വന്നോളും. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി കസ്റ്റേർഡ് തണുത്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു വലിയ 3 ക്യാരറ്റ് തൊലി കളഞ്ഞെടുത്തതിന് ശേഷം കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുത്തതിന് ശേഷം ഒരു 2 വിസിൽ വരുന്ന വരെ ഒന്ന് അടുപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല പോലെ വെന്ത് കിട്ടും. അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ഇതുപോലെ ആക്കിയെടുത്തിട്ടുള്ളതാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഇത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് വേവിച്ചെടുത്തുള്ള ക്യാരറ്റ് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരൻ്റെ അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കുക. പകരമായിട്ട് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഇതിലേക്ക് അരിഞ്ഞ് കിട്ടാൻ ആവശ്യമായിട്ട് ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇവിടെ നല്ല സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ നന്നായിട്ട് തണുപ്പിച്ചിട്ട് എടുത്തിട്ടുള്ള ആ ഒരു കസ്റ്റേർഡിൻ്റെ മിക്സ് മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. കൂടെ തന്നെ കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കാം. നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി അടിച്ചെടുത്ത മിക്സ് മൊത്തത്തിലൊരു ബൗളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു തിക്നെസ്സാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്കിന് ഉണ്ടാകുക. ഒരു പാകത്തെ തിക്നെസ്സാണ് ഉള്ളത്. ഓവർ കട്ടിയല്ല, ഓവർ ലൂസും അല്ല. ഇതിലേക്ക് നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള ആ ഒരു കസ്കസ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉറുമാമ്പഴം മൊത്തത്തിൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക. കുറച്ച് നട്ട്സും കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതിയാകും കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഇല്ലെങ്കിലും അങ്ങനെ കുടിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാകും. എല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കസ്റ്റേർഡിൻ്റെ മിക്സ് ചേർക്കുമ്പോൾ നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം വേണം ചേർക്കാനായിട്ട്. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം ചെയ്തിട്ട് വെക്കുകയും ചെയ്യാം. ഈ അളവ് വെച്ചിട്ട് ഏകദേശം ഇതുപോലത്തെ വലിയ ഗ്ലാസ്സിന് 4.5 ഗ്ലാസ് വരെ ഉണ്ടാക്കിയെടുക്കുക. ഇനി ചെറിയ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ
ഇതിനേക്കാളും കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേഷനൊക്കെ കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് കസ്കസും അതുപോലെ കുറച്ച് ഉറുമാമ്പയും ബദാം കട്ട് ചെയ്തും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്